നമസ്കാരം. ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം ആരോഗ്യരംഗത്തു നിന്നുള്ള പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആരോഗ്യ മേഖലയ്ക്ക് കേരളം നൽകുന്ന സംഭാവനകൾ മഹത്തരമെന്ന് കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി ഫാഗൻ സിംഗ് കുൽസ്തെ. ശരിയായ ആഹാര രീതിയിലൂടെ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത 80% കുറയ്ക്കാൻ സാധിക്കുമെന്ന് പഠനം. കറുത്ത കടല രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് പഠനം. രാജ്യത്തെ ആരോഗ്യ മേഖലയ്ക്ക് കേരളം നൽകുന്ന സംഭാവനകൾ മഹത്തരമെന്ന് കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി ഫാഗൻ സിംഗ് കുൽസ്തെ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഇടപ്പള്ളി ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നടന്ന ചടങ്ങിൽ പ്രമുഖർ സംബന്ധിച്ചു. സമസ്ത മേഖലകളിലും രാജ്യം പുരോഗതിയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ആരോഗ്യരംഗത്ത് ഇന്നു കാണുന്ന വളർച്ചകൾക്ക് തുടക്കം കുറിച്ചത് വാജ്പേയി സർക്കാരാണെന്ന് കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി ഫാഗൻ സിംഗ് കുൽസ്തെ വ്യക്തമാക്കി. കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നടന്ന ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഇടപ്പള്ളി ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ആരോഗ്യ മേഖലയ്ക്ക് കേരളം നൽകുന്ന സംഭാവനകൾ മഹത്തരമാണെന്നും മോദി സർക്കാർ സാധാരണക്കാരന്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. हम केरल का सबसे पहले प्रमुखता से नाम अगर हेल्थ सेक्टर में आता है कोई स्टेट का नाम तो उसका नाम है केरल. ആരോഗ്യ മേഖലയിൽ ഇന്ന് കാണുന്ന ഗുണപരമായ പല മാറ്റങ്ങൾക്കും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നൽകിയ സംഭാവനകൾ വലുതാണെന്നും കുൽസ്തെ പറഞ്ഞു. ആതുര സേവന രംഗത്ത് അമൃത ആശുപത്രികൾ ഉൾപ്പെടെയുള്ളവയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയ മാറ്റങ്ങൾ കാണാതെ പോകരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രേം നായർ, IMA ഭാരവാഹികളായ ഡോക്ടർ പ്രദീപ് കുമാർ, ഡോക്ടർ ദിനേശ്, അമൃത സ്കൂൾ ഓഫ് മെഡിസിൻ പ്രിൻസിപ്പൽ ഡോക്ടർ പ്രതാപൻ നായർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിന്റെ ഭാഗമായി. അമൃത ന്യൂസ്, കൊച്ചി. ഡോക്ടറെ കാണുന്നതിന് മുൻപായി രോഗിയും ബന്ധുക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് PRS ഹോസ്പിറ്റലിലെ എമർജൻസി മെഡിസിൻ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ V പ്രതാപനാണ്. ഡോക്ടർ, ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. നമസ്കാരം. ഡോക്ടർ, നമ്മുടെ വിഷയത്തിൽ സൂചിപ്പിക്കുന്ന പോലെ ഈ ഡോക്ടറെ കാണുന്നതിന് മുൻപായി രോഗിയും അതോടൊപ്പം തന്നെ ബന്ധുക്കളും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രധാനമായും നമുക്ക് എമർജൻസി മെഡിസിൻ വിഭാഗത്തിൽ ഒരു രോഗിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ രോഗി വളരെ അത്യാസന്ന നിലയിലുള്ള രോഗിയായിരിക്കും. രോഗിയുടെ ബന്ധുക്കളോട് നമ്മൾ പുറത്ത് നിൽക്കാൻ ആവശ്യപ്പെടും. രോഗിയുടെ ബന്ധുക്കളെ പുറത്ത് നിർത്തിക്കൊണ്ട് നമ്മൾ രോഗിയെ പരിശോധിക്കുന്നു. രോഗിയെ പരിശോധിക്കുന്നത് നമ്മൾ ആദ്യമായി ചെയ്യുന്ന രോഗിയുടെ റെസ്പോൺസ്, അതായത് പ്രതികരണ ശേഷി അറിയുന്നു. രോഗിയെ തട്ടി വിളിച്ച് താങ്കളുടെ പേരെന്താണ് എന്ന് ചോദിക്കുന്ന സമയത്ത് രോഗി ഉത്തരം പറയുന്നുണ്ടെങ്കിൽ രോഗിയുടെ പ്രതികരണ ശേഷി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ നമ്മൾ ABCD അപ്രോച്ച് എന്ന് പറയുന്ന ആ അപ്രോച്ചിലാണ് പോകുന്നത്. A എന്ന് പറയുന്ന എയർവേ ആയിട്ട് ബന്ധപ്പെട്ടാണ്. എയർവേ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കുന്നത് രോഗിയുടെ പേര് ചോദിക്കുന്ന സമയത്ത് രോഗിക്ക് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എയർവേ പേറ്റൻ്റ് ആണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. രണ്ടാമത് നോക്കുന്നത് B ആണ്. B കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രീത്തിങ് ആണ്. ബ്രീത്തിങ്ങിന് വളരെ എളുപ്പത്തിൽ നോക്കാമെന്നുള്ള ഒരു പാരാമീറ്റർ, ഒരു പൾസ് ഓക്സിമീറ്റർ എന്ന് പറഞ്ഞ ഒരു ചെറിയ ഉപകരണം നമ്മുടെ കയ്യിൽ ഘടിപ്പിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഓക്സിജൻ സാന്ദ്രത, അതായത് ഓക്സിജൻ സാച്ചുറേഷൻ അളക്കാൻ പറ്റും. ഓക്സിജൻ സാച്ചുറേഷൻ 94 അതിന് മുകളിലോ ആണെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ല എന്ന് പറയാൻ പറ്റും. മൂന്നാമത് നോക്കുന്നത് C എന്ന് പറയുന്ന പാരാമീറ്റർ, അത് സർക്കുലേഷനാണ്. സർക്കുലേഷനിൽ നമ്മൾ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് രക്തസമ്മർദ്ദവും ഹൃദയത്തിൻ്റെ ഇടിപ്പിൻ്റെ നിരക്കുമാണ്. ഹൃദയത്തിൻ്റെ ഇടിപ്പിൻ്റെ നിരക്ക് നോർമലാണെങ്കിൽ, BP നോർമൽ ആണെങ്കിൽ നമുക്ക് ആ പേഷ്യൻ്റ് എന്ന് പറഞ്ഞ് ക്രിട്ടിക്കൽ അല്ല എന്ന് പറയാം. ഇനി ഇത് കൂടുതലോ കുറവോ ആകുകയാണെങ്കിൽ നമ്മളൊന്ന് അത് കറക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നതാണ്. പിന്നെ D കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡിസബിലിറ്റിയാണ്. ഡിസബിലിറ്റിയിൽ പ്രധാനമായിട്ട് വരുന്നത് ശരീരത്തിലെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുക അല്ലെങ്കിൽ കുറയുക. ഈ സാധാരണ രീതിയിലുണ്ടാകുന്ന ഡിസബിലിറ്റി ആണ്. പിന്നെ ഉണ്ടാകുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ
ഫങ്ഷൻ അളക്കുന്ന ഗ്ലാസ്കോ കോമ സ്കെയിൽ എന്ന് പറയുന്ന ആ സ്കെയിൽ 1 മുതൽ 15 വരെ 0 മുതൽ 15 വരെ വരുന്ന ഒരു സ്കെയിലാണ്. ആ സ്കെയിൽ കണ്ണിൻ്റെ മൂവ്മെൻറ്റ്, സംസാര ശേഷി, ശരീരത്തിൻ്റെ ചലനാവസ്ഥ, ഇത് 3 ആധാരമാക്കി ഉണ്ടാക്കുന്ന ഒരു സ്കെയിലാണ് ഇത്. ഇത് 15 മുതൽ 0 വരെ വരാൻ സാധ്യതയുണ്ട്. 15 മുതൽ 13 വരെ ആണെങ്കിൽ രോഗിയുടെ അവസ്ഥ വളരെ വലുതായിട്ട് കുഴപ്പമില്ലെന്നും 13 മുതൽ 8 വരെ ആണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് ആണെന്നും 8-ന് താഴെ ആണെങ്കിൽ അതീവ സീരിയസ് ആണെന്നും എത്രയും പെട്ടെന്ന് ഇൻറ്റുബേറ്റ് ചെയ്യണം എന്നും പറയേണ്ടതുണ്ട്. പിന്നെ ഡിസബിലിറ്റിയിൽ വേറെ നോക്കുന്ന ഒരു ഘടകം ടെമ്പറേച്ചറാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ അതിനും കറക്ഷൻ ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു എക്സ്പോഷർ വരുന്നുണ്ട്. എക്സ്പോഷർ സാധാരണ ഇല്ലെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മുറിവുകളോ ചതവുകളോ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അതിനെയും അഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഡോക്ടർ, ഈ എമർജൻസി മെഡിസിനിൽ അല്ലെങ്കിൽ അത്യാഹിത വിഭാഗത്തിലേക്ക് ഒരു രോഗിയെ ഒരു ഗുരുതരമായ അവസ്ഥയിൽ കൊണ്ടുവരുമ്പോൾ കൂടെയുള്ളവരെ പുറത്ത് നിർത്താറുണ്ടല്ലോ, അതെന്തുകൊണ്ടാണ്? ഗുരുതരമായ അവസ്ഥയിൽ കൊണ്ടുവരുന്ന ഒരു രോഗിക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് ചികിത്സ കൊടുക്കേണ്ടത് തന്നെയാണ് അത്യാവശ്യം. ഉദാഹരണത്തിന് ഒരു ഹൃദയം നിലച്ച അവസ്ഥയിൽ കൊണ്ടുവരുന്ന ഒരു രോഗി, ആ രോഗിയുടെ ബൈസ്റ്റാൻഡേഴ്സുമായിട്ട് കൂടുതൽ സംസാരിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. ഉടൻ തന്നെ ആ പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസിസ്റ്റേഷൻ ബേയിൽ കൊണ്ടുപോയി CPR സ്റ്റാർട്ട് ചെയ്യും. CPR സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആ സമയത്ത് മറ്റൊരു ഡോക്ടർ ഈ രോഗിയുടെ ബന്ധുക്കളെ വേറെ ഒരു മുറിയിൽ കൊണ്ടിരുത്തി ഈ രോഗിയുടെ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന എല്ലാ അസുഖങ്ങളെ പറ്റിയും വളരെ ഡീറ്റെയിൽഡായിട്ട് ഡീറ്റെയിലായിട്ടുള്ള എന്ന് പറഞ്ഞ ഒരു സംസാരിക്കുകയും അതിൽ നിന്നും ചികിത്സിക്കുന്ന ഡോക്ടർക്ക് അറിയേണ്ട ഭാഗങ്ങൾ മാത്രം, അതായത് പാസ്റ്റ് ഹിസ്റ്ററി എന്ന് നമ്മൾ പറയുന്ന ആ ഭാഗം ഈ ഡോക്ടർക്ക് കൺവേ ചെയ്യുന്നതാണ്. അതനുസരിച്ച് ഡോക്ടർക്ക് ചികിത്സിക്കാൻ പറ്റും. ഈ മുറിവോ ചതവ്, ഹൃദയാഘാതം ഇങ്ങനെയുള്ള അസുഖങ്ങൾ സംഭവിക്കുന്ന രോഗികൾക്ക് ആദ്യത്തെ 10 മിനിറ്റ് വളരെ ക്രൂഷ്യലായിരിക്കും. ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന എല്ലാ മരുന്നുകളും എന്ന് പറഞ്ഞാൽ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. 1 മിനിറ്റ് പോലും നമ്മൾ പാഴാക്കാതെ അത് ചെയ്യാൻ വേണ്ടിയാണ് രോഗിയുടെ ബന്ധുക്കളെ പുറത്ത് നിർത്തിയിട്ട് അതിന് എന്ന് പറഞ്ഞ ഹിസ്റ്ററി കളക്ട് ചെയ്യാൻ വേണ്ടി വേറെ ബദൽ സംവിധാനം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഡോക്ടറെ, ഈ അത്യാഹിത വിഭാഗത്തിൽ 2 അതിലധികമോ രോഗികളെ ഗുരുതരമായ പ്രശ്നങ്ങളുമായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഏത് രോഗിക്കായിരിക്കും അവിടെയുള്ള ഡോക്ടർ മുൻഗണന നൽകുക? ഈ സാധാരണ രീതിയിൽ ഞങ്ങളുടെ ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ 2, 3, 4 രോഗികളെ ഒരേ സമയം സീരിയസ് ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാൻ ഡോക്ടർമാരുണ്ടായിരിക്കും. പക്ഷേ പല സ്ഥലങ്ങളിലും എന്ന് പറഞ്ഞ് ഒരു ഡോക്ടർ ഒരു രോഗിയെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്തായിരിക്കും എന്ന് പറഞ്ഞാൽ 2-3 രോഗികളെ ഈ പറഞ്ഞ തരത്തിൽ സീരിയസ് ആയിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിനെ എന്ന് പറഞ്ഞാൽ ഏത് രോഗിക്കാണ് എത്രയും പെട്ടെന്ന് ചികിത്സ കൊടുക്കേണ്ടത് എന്ന് കണ്ടുപിടിക്കാൻ ഈ ട്രയേജിങ് എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട്. ട്രയേജിങ് എന്ന് പറഞ്ഞാൽ ക്വാളിഫൈഡ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ ACLS ക്വാളിഫൈഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസാണ് നമ്മുടെ വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന പാരാമെഡിക്സ്. അവർ ഉടൻ തന്നെ എന്ന് പറഞ്ഞാൽ രോഗിയുടെ കംപ്ലയിൻസ് നോട്ട് ചെയ്തതിന് ശേഷം വൈറ്റൽസ് എന്ന് പറയുന്നത് നമ്മൾ ഓക്സിജൻ, ശരീരത്തിൽ ഓക്സിജൻ്റെ സാന്ദ്രത, ബോഡി ടെമ്പറേച്ചർ, പൾസ്, BP, ഷുഗറിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഷുഗർ, ഇത്രയും പരിശോധിച്ചതിന് ശേഷം ഈ അത് ഒരു ചാർട്ടിൽ രേഖപ്പെടുത്തി ഈ ചാർട്ട് കൊണ്ട് ഡോക്ടറെ കാണിക്കും. ഡോക്ടറെ കാണിക്കുന്ന സമയത്ത് ഡോക്ടർക്ക് ഇത് നോക്കിയിട്ടെന്ന് പറഞ്ഞാൽ ഈ രോഗിക്ക് ഉടൻ തന്നെ ഓക്സിജൻ കൊടുക്കാനും പറയാൻ പറ്റും. ഈ രോഗിക്കെന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറയാൻ പറ്റും. എന്നിട്ടെന്ന് പറഞ്ഞാൽ ഡോക്ടർ എല്ലാ രോഗികളെയും രോഗിയുടെ സീരിയസ്നെസ് അനുസരിച്ച് കണ്ടെത്ത് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ ഡോക്ടർ, ഒരു രോഗി അത്യാഹിത വിഭാഗത്തിൽ കൊണ്ടുവരുമ്പോൾ ഗുരുതരമായ പ്രശ്നമാണെങ്കിൽ പലപ്പോഴും എന്താണ് സംഭവിച്ചതെന്നത് അവരുടെ ആ രോഗിയുടെ ബന്ധുക്കളിൽ നിന്നാണ് മനസ്സിലാക്കുക. ഒരുപക്ഷെ ബന്ധുക്കളൊന്നും ഇല്ലാതെയാണ് ഒരു രോഗിയെ മറ്റുള്ള ആൾക്കാർ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് എങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നത് എങ്ങനെയാണ്? നമുക്ക്
വളരെയധികം സമയങ്ങളിൽ ഇപ്പോൾ ചോദിച്ച ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. പലപ്പോഴും രോഗിയുടെ കൂടെ ബന്ധുക്കളുണ്ടാവില്ല. രോഗിക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ട്രയേജ് ചെയ്തതിന് ശേഷം പേഷ്യൻറ്റിനെ കൃത്യമായി നേരത്തെ ഞാനത് പറഞ്ഞായിരുന്നു, പേഷ്യൻ്റെ റെസ്പോൺസ് ആദ്യം നോക്കുക, പിന്നെ ABCD സ്റ്റെബിലൈസേഷൻ ആൻഡ് അസസ്മെൻറ്റ് ചെയ്യുക. ABCD ചെയ്യുന്നതിനോടൊപ്പം പേഷ്യൻ്റെ സിവിയറിറ്റി, പേഷ്യൻ്റെ അസുഖം മനസ്സിലാക്കുകയും ചെയ്യുക. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രോഗി അബോധാവസ്ഥയിൽ കൊണ്ടുവരുന്നു, ബന്ധുക്കളില്ല. നമ്മൾ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ രോഗിയെ തട്ടി വിളിക്കുന്നു, റെസ്പോൺസ് ഉണ്ട്. അപ്പോൾ രോഗിക്ക് എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല. എയർവേ നോക്കുന്നു, എയർവേയിൽ എന്ന് പറഞ്ഞാൽ കാര്യമായ പ്രശ്നങ്ങൾ ഇല്ല, രോഗിക്ക് പേര് പറയാൻ സാധിക്കുന്നുണ്ട്. ബ്രീത്തിങ് നോക്കുമ്പോൾ അതിനകത്ത് ഓക്സിജൻ്റെ സാന്ദ്രത കുറവാണ്. നമ്മൾ ഓക്സിജൻ്റെ സാന്ദ്രത കറക്റ്റ് ചെയ്തു, കറക്റ്റ് ചെയ്തിട്ട് സിയിലേക്ക് വന്നു. സർക്കുലേഷനിലെ BP, പൾസ്, ഇത് രണ്ടും നോക്കുന്നു. ആ രണ്ടും നോർമലാണ്. ഡിസബിലിറ്റി നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഷുഗർ 356 കൂടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാമെന്ന് പറഞ്ഞാൽ ഈ രോഗിക്ക് ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാര കൂടിയതിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഈ അസുഖം വന്നിരിക്കുന്നത്. അത് കറക്റ്റ് ചെയ്യുമ്പോൾ രോഗി ശരിയായിക്കൊള്ളും. ഡോക്ടർ, എന്തായാലും മറ്റ് ചർച്ചകളിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ഇടവേള അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം ചർച്ച തുടരും. ഡോക്ടർ, വെള്ളം എന്തെങ്കിലും പറയണം ഡോക്ടർ? സമൂഹം കുറ്റവാളികളെ സൃഷ്ടിക്കുന്നു, കുറ്റവാളികൾ സമൂഹത്തെ സംഹരിക്കുന്നു. അന്ന് സൗമ്യ, ഇന്നലെ ജിഷ, നാളെ ഇനി ആര്? മനസാക്ഷി മരവിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ അന്വേഷണം. ജാഗ്രത. ജാഗ്രത. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9 മണിക്ക്. ഡോക്ടർ, വീണ്ടും സ്വാഗതത്തിലേക്ക്. ഡോക്ടർ, ഈ ഒരു രോഗി ആശുപത്രിയിൽ ചെന്നാൽ ചില സന്ദർഭങ്ങളിൽ പഴയ ECG ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ഡോക്ടർമാർ ചോദിക്കാറുണ്ട്. എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? പഴയ ECG രോഗിയോട് ആവശ്യപ്പെടുന്നതിൻ്റെ സാങ്കത്യം ഞാൻ പറയാം. ആദ്യമായി ഇപ്പോഴൊരു ECG എടുത്ത് നോക്കി പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ECGയിൽ ചില ചേഞ്ചസ് കാണാം. അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഇത് നേരത്തെ ഉണ്ടായിരുന്ന ചേഞ്ചാണോ അതേ പുതിയതായിട്ടുണ്ടായ ചേഞ്ചാണോ എന്നുള്ളത്. പഴയ ECG കയ്യിലുണ്ടെങ്കിൽ പഴയ ECGയും പുതിയ ECG ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പഴയ ECGയിൽ സെയിം ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഇതൊരു പഴയ ചേഞ്ചാണെന്നും വളരെ കൂടിയ ചികിത്സകളൊന്നും തന്നെ ആവശ്യമില്ലെന്നും നമുക്ക് പറയാൻ പറ്റും. അതല്ല, ഇതൊരു പുതിയ ചേഞ്ച്, പുതിയ ECG എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് പുതിയ ചേഞ്ചാണ് കാണുന്നതെങ്കിൽ ആ ചേഞ്ച് അനുസരിച്ച് നോക്കുന്ന പറഞ്ഞാൽ പുതിയ ചികിത്സകൾ തുടരേണ്ടതായിട്ട് വരും. അപ്പോൾ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ എക്കോകാർഡിയോഗ്രാം മുതലായ പരിശോധനകൾ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഈ ECG കൂടാതെ ഒരു ഡോക്ടറെ സമീപിക്കുമ്പോൾ മറ്റെന്തൊക്കെ റെക്കോർഡ്സുകളാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള എല്ലാ ആരോഗ്യപരമായ എല്ലാ രേഖകളും രോഗി കൊണ്ടുവരേണ്ടതാണ്. ഉദാഹരണത്തിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രോഗി കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളുടെ ലിസ്റ്റ് തന്നെയാണ്. പല രോഗികളും 6 8 മരുന്നുകളൊക്കെ കഴിക്കുന്നവരായിരിക്കും. ആർക്കും അതിൻ്റെ പേര് വളരെ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കാൻ പറ്റുന്നവരില്ല. അതുകൊണ്ട് അതിൻ്റെ ലിസ്റ്റ് ഒന്ന് ഡോക്ടർ കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷൻ കാണും, അല്ലെങ്കിൽ സ്വയം മെഡിക്കൽ സ്റ്റോറിൽ മേടിക്കാൻ വേണ്ടി ചിലർ മരുന്നിൻ്റെ ലിസ്റ്റ് എഴുതി കൊണ്ടുപോയി മെഡിക്കൽ സ്റ്റോറിൽ മേടിച്ച് ഒരു ലിസ്റ്റ് ഉണ്ടാകും. ആ ലിസ്റ്റെങ്കിലും കൊണ്ടുവരിക. പിന്നെ ഇതിന് മുമ്പ് ഹോസ്പിറ്റലൈസേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലൈസേഷൻ്റെ ഡീറ്റെയിൽസ്, ഏത് ഹോസ്പിറ്റലിൽ എത്ര ദിവസം എന്ത് അസുഖമായി കിടന്നു എന്നുള്ള ആ ഒരു ഡിസ്ചാർജ് സമ്മറി എന്ന് പറയും. ഡിസ്ചാർജ് സമ്മറി ഉണ്ടെങ്കിൽ ആ ഡിസ്ചാർജ് സമ്മറി കൊണ്ടുവരണം.
ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ECGകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവരിക, നേരത്തെ ബ്ലഡ് ടെസ്റ്റിന് വിധേയനായിട്ടുണ്ടെങ്കിൽ ആ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ടുകൾ കൊണ്ടുവരിക, പിന്നെ രോഗിക്ക് നേരത്തെ ഉള്ള അസുഖങ്ങളുടെ ഹിസ്റ്ററികൾ, ഉദാഹരണത്തിന് ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശസ്ത്രക്രിയയുടെ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ അതില്ലെങ്കിൽ ശസ്ത്രക്രിയയുടെ പേരെങ്കിലും വളരെ കൃത്യം. എൻ്റെ വയറിലൊരു ശസ്ത്രക്രിയ ചെയ്യുന്നു എന്ന് പറയുന്നതിനേക്കാളും നല്ലത് എന്ത് ശസ്ത്രക്രിയയാണെന്ന് അറിയുകയാണെങ്കിൽ കുറേ കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രയർ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ടുവരുന്നത് എപ്പോഴും നന്നായിരിക്കും. ഓക്കെ ഡോക്ടർ, ഈ മരുന്ന് കുറിക്കുമ്പോൾ ചിലർ പറയാറുണ്ട് ചില മരുന്നുകൾ അലർജി ഉണ്ടാക്കാറുണ്ട്, ചിലർക്ക് ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകുന്ന അത് അലർജിയായിട്ടാണ് ചിലർ കാണുന്നത്. യഥാർത്ഥത്തിൽ ഈ മരുന്നിലെ അലർജി എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത്? ഈ അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ്. ശരിക്കും അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മരുന്ന് ഒരു വസ്തുവായിട്ട് എക്സ്പോഷർ ഉണ്ടായി, അതിനുശേഷം നമ്മുടെ ശരീരം ചൊറിഞ്ഞ് തടിച്ച് ശ്വാസം മുട്ടലും ഒക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഡ്രഗ് അലർജി അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അലർജി എന്ന് പറയുന്നത്. പലരും പറയാറുണ്ടെന്ന് പറഞ്ഞാൽ ഡോക്ടറെ എനിക്ക് ആൻറ്റിബയോട്ടിക് എല്ലാം അലർജിയാണ്. അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ചൊറിച്ചിലുണ്ടാവാറുണ്ട്? ഇല്ലെന്ന് പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ എനിക്ക് എന്ന് പറഞ്ഞാൽ നെഞ്ചരിച്ചിലോ ഉണ്ടാകാറുണ്ട്. അതിനെയാണ് പലരും അലർജി എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ അത് തെറ്റിദ്ധരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പേഷ്യൻറ്റിനെ അലർജി ടെസ്റ്റിന് വിധേയനാക്കി കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. പലരും ഈ മരുന്ന് കഴിച്ചാൽ ഉണ്ടാകുന്ന അസിഡിറ്റിക്കാണ് പലരും അലർജി എന്ന് പറയുന്നത്. പക്ഷേ ചിലർ എന്ന് പറഞ്ഞാൽ അലർജി പറയാറുണ്ട് വളരെ വ്യക്തമായിട്ട്. ഫിക്സഡ് ഡ്രഗ് എറപ്ഷൻ എന്ന് പറയുന്ന അലർജി വരെ പറഞ്ഞ പേഷ്യൻസിൻ്റെ അടുത്തോട് എനിക്ക് പാരസെറ്റമോൾ ഗുളിക കഴിക്കുകയാണെങ്കിൽ ചുണ്ടിൻ്റെ ഇടത്ത് വശത്ത് കറുത്ത നിറത്തിലുള്ള ഒരു അടയാളം വരികയും അത് കുറച്ച് ദിവസം കഴിഞ്ഞ് മാറുകയുള്ളൂ എന്നൊക്കെ പറയാറുള്ള രോഗികളുണ്ട്. അതിന് ഫിക്സഡ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറയും. ഓക്കെ, ഡോക്ടറോട് സംസാരിക്കുമ്പോൾ ഒരു രോഗി എന്തൊക്കെ കാര്യങ്ങളാണ് തുറന്നു പറയേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഒരു രോഗി ഡോക്ടറോട് സംസാരിക്കേണ്ടത്? ആദ്യമായി ഡോക്ടറെ അടുത്ത് വരുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണം. സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം ഡോക്ടർ ചില ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ താങ്കൾ വന്നിരിക്കുന്നത് എന്തിനാണ്, താങ്കളുടെ അസുഖം എന്താണ് എന്നായിരിക്കും ഡോക്ടർ ആദ്യം ചോദിക്കുന്നത്. അതിന് എനിക്കെന്ന് പറഞ്ഞാൽ 12 വർഷത്തിന് മുമ്പ് ഡയബറ്റീസ് ഉണ്ടായിരുന്ന കാര്യം അല്ല അപ്പോൾ പറയണ്ട. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഉദ്ദേശിക്കുന്ന കാര്യം ഡോക്ടർ വീണ്ടും ആവർത്തിച്ച് പറയുമെന്ന് പറഞ്ഞാൽ താങ്കൾക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, പനിയാണോ ചുമയാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതിന് വളരെ വ്യക്തമായി ഉത്തരം പറയാം. അത് നമ്മൾ പറയുന്ന ഉത്തരം വളരെ വ്യക്തമാകാൻ ശ്രദ്ധിക്കണം. അതിലെന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പോലും കുഴപ്പമില്ല. പക്ഷേ ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു വിഷയം അതിനകത്ത് നിന്നുകൊണ്ട് ആ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതായിരിക്കും അഭികാമ്യം. ഇപ്പോൾ പിന്നെ ഡോക്ടർ അതിനുശേഷം എന്ന് പറഞ്ഞാൽ ആ പാസ്റ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ള അസുഖങ്ങളെപ്പറ്റി ഡോക്ടർ ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം പറയാം. അല്ല ഇതെന്ന് പറഞ്ഞാൽ ഇത് നമ്മളിപ്പോൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞാൽ പനി പറഞ്ഞതിന് ശേഷം ഇപ്പോൾ ഡോക്ടർ ചോദിക്കുന്ന പറഞ്ഞാൽ താങ്കളുടെ പനി എത്ര ദിവസമായി തുടങ്ങിയിട്ട്, അപ്പോൾ 3 ദിവസമായെന്നോ 4 ദിവസമായെന്നോ പറയും. അതിനുശേഷം പനിയോട് അനുബന്ധിച്ച് വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു ചോദിക്കും. അപ്പോൾ അതിന് അങ്ങനെ വളരെ വ്യക്തമായിട്ട് ഉത്തരം പറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് രോഗിക്കും എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ഒരു ആശ്വാസം കിട്ടും. അത് ഡോക്ടർക്ക് വളരെ പെട്ടെന്ന് ഒരു ഡയഗ്നോസിൽ എത്തിച്ചേരാനും കഴിയും. ഡോക്ടർ, ചില അവസരങ്ങളിൽ നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാലും ഈ ഡോക്ടർമാരെ രക്തം പരിശോധിക്കേണ്ട എന്ന് പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ്? ഒരു ഉദാഹരണ സഹിതം ഞാൻ പറയാം. നമുക്ക് ഇപ്പോൾ പനി ഉണ്ടാകുന്ന സമയമാണ്. മിക്കവാറും എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാവും, എനിക്ക് ഡെങ്കു ആണോ എന്നുള്ള ഒരു പേടി ഉണ്ടാവും. ഈ പനി വന്ന് 3ാമത്തെ ദിവസം ശരീരത്തിലെ രക്തം പരിശോധിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇത് ഡെങ്കു പനിയാണോ അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കുറയുന്ന പനിയാണോ എന്ന് പറയാൻ പറ്റുള്ളൂ. ആദ്യത്തെ ദിവസം തന്നെ രോഗി ആവശ്യപ്പെടുന്ന പ്രകാരം ഡോക്ടർ രക്തം പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ റിസൾട്ടായിരിക്കും രോഗിയുടെ കയ്യിൽ കിട്ടുക. അത് വെച്ച് ഡോക്ടറും പറയുന്ന പറഞ്ഞാൽ ഇപ്പോൾ ബ്ലഡിൽ കുഴപ്പമൊന്നും കാണുന്നില്ല പറയും. ഇത് വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ രോഗി ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇത് ഡോക്ടർ പറയും എന്ന് പറഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഈ രക്തപരിശോധന ആവർത്തിക്കണമെന്ന് പറയും. അന്നേരം ചികിത്സാ ചിലവ് കൂടും. അതൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരു നോർമൽ റിസൾട്ടാണെന്നുള്ള ധാരണയിൽ ഈ രോഗി പോവുകയും ചെയ്യും. 2 ദിവസം കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് നോക്കുമ്പോൾ രക്തം പരിശോധിക്കുമ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയും. അപ്പോൾ അന്നേരം എന്ന് പറഞ്ഞാൽ ആ ഡോക്ടർ പറയുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഡെങ്കി ആകാനുള്ള ഡെങ്കി അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കുറയുന്ന തരത്തിലുള്ള ഒരു പനി ആകാനുള്ള സാധ്യത ഉണ്ട്.
അതെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ന് പറഞ്ഞ് ഈ ഡോക്ടർ ആദ്യം പരിശോധിച്ച ഡോക്ടറെ പറ്റി തെറ്റിദ്ധാരണ രോഗിക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഈ രോഗി എന്ന് പറഞ്ഞ് റിസൾട്ട് നോർമൽ എന്ന് പറഞ്ഞ രോഗി ഇതുമായിട്ട് പോകും. പിന്നെ രോഗിക്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഡോക്ടറെ പഴിചാരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, എന്തായാലും വളരെയധികം നന്ദി ഡോക്ടർ, ആരോഗ്യ വാർത്തകളിൽ പങ്കെടുത്തതിന്. മറ്റു റിപ്പോർട്ടുകൾ ഇടവേളയ്ക്ക് ശേഷം. ഗുരു വെളിച്ചമാണ്, മൂന്നാം കണ്ണാണ്. ശ്രീ പരമേശ്വരന്റെ ദർശന അനുഗ്രഹത്താൽ പാമരനും ഗുരുവാകുന്നു. സത്യം ശിവം സുന്ദരം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 7 മണിക്ക്. ശരിയായ ആഹാര രീതിയിലൂടെ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത 80% കുറയ്ക്കാൻ സാധിക്കുമെന്ന പഠനം. ആഹാരത്തിൽ പൂരിത കൊഴുപ്പിന്റെയും ട്രാൻസ്ഫാറ്റ്സിന്റെയും ഉപയോഗം ഒഴിവാക്കണം. സ്ട്രോക്ക് ഉണ്ടാകാനുള്ള മുഖ്യ കാരണം പലപ്പോഴും ഉയർന്ന രക്തസമ്മർദ്ദമാണ്. പാരമ്പര്യമായി സ്ട്രോക്ക് സാധ്യതയുള്ളവർ പുകവലി ഉപേക്ഷിക്കുന്നതിലൂടെ സ്ട്രോക്കിനുള്ള സാധ്യത കുറച്ചു നിർത്താം. അമിതവണ്ണമുള്ളവർ ശരീരഭാരം കുറയ്ക്കാൻ ശ്രദ്ധിക്കണം. ദിവസവും അരമണിക്കൂർ നടക്കുന്നത് സ്ട്രോക്കിനെ പ്രതിരോധിക്കാൻ ഫലപ്രദമായ വ്യായാമമാണ്. ഭക്ഷണ ക്രമീകരണത്തിലൂടെ വലിയൊരു അളവോളം രക്തസമ്മർദ്ദം, പ്രമേഹം, കൊളസ്ട്രോൾ, അമിതവണ്ണം തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവും. ശരീരത്തിന് ആവശ്യമായതിൽ കൂടുതൽ ഊർജ്ജമുള്ള ആഹാരം കഴിക്കുന്നത് ശരീരഭാരം കൂടാൻ കാരണമാവുന്നു. ഭക്ഷണത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നതോടൊപ്പം ആഹാരത്തിൽ ഉപ്പിൻ്റെ അളവും കുറയ്ക്കുന്നതും സ്ട്രോക്ക് ഉണ്ടാവാനുള്ള സാധ്യത കുറയ്ക്കും. രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ കറുത്ത കടല ഡയറ്റിൽ ഉൾപ്പെടുത്തിക്കൊള്ളൂ. അയൺ, പ്രോട്ടീൻ, കോപ്പർ, വൈറ്റമിനുകൾ തുടങ്ങിയ ന്യൂട്രിയൻറ്റുകളാൽ സമ്പുഷ്ടമായ കറുത്ത കടല നിങ്ങളുടെ രോഗപ്രതിരോധ ശക്തി കൂട്ടും. മാംസാഹാരികൾക്ക് മീൻ, ചിക്കൻ തുടങ്ങിയവയിൽ നിന്ന് പ്രോട്ടീനുകൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ സസ്യഭുക്കുകൾക്ക് പ്രോട്ടീൻ ലഭിക്കാനുള്ള നല്ലൊരു ഉപാധിയാണ് ഈ കറുത്ത കടല. ഇതിലുള്ള നാരുകൾ രക്തത്തിലെ പഞ്ചസാരയുടെ നില നിയന്ത്രിക്കുന്നു, ശരീരഭാരം കുറയ്ക്കുകയും അസിഡിറ്റി തടയുകയും ചെയ്യും. കറുത്ത കടലയിലെ പോളികെമിക്കലായ സ്പോണിൻസ് അർബുദകോശങ്ങൾ ശരീരത്തിൽ വ്യാപിപ്പിക്കുന്നത് തടയുന്നു. പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലും അത്ര കണ്ട് കാണപ്പെടാത്ത മിനറലായ സെലിയനത്തിൻ്റെ ഒരു കലവറ കൂടിയാണ് കറുത്ത കടല. പ്രധാന റിപ്പോർട്ടുകൾ വീണ്ടും. രാജ്യത്തെ ആരോഗ്യ മേഖലയ്ക്ക് കേരളം നൽകുന്ന സംഭാവനകൾ മഹത്തരമെന്ന് കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി ഫാഗൻ സിംഗ് കുൽസ്തെ. ശരിയായ ആഹാര രീതിയിലൂടെ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത 80% കുറയ്ക്കാൻ സാധിക്കുമെന്ന് പഠനം. കറുത്ത കടല രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് പഠനം. ആരോഗ്യ വാർത്തകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. amrita.tv.com/health സന്ദർശിക്കുക. യൂട്യൂബിൽ കാണാൻ youtube.com/amrita.tv സന്ദർശിക്കുക. ആരോഗ്യ വാർത്തകൾ വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30. നമസ്കാരം.